നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രംഗനൊന്നും പറഞ്ഞില്ല. സിത്തു പറഞ്ഞത് ചടങ്ങിന് ആള് ബഹളമൊന്നും വേണ്ടെന്ന, 2 വീട്ടുകാർ മാത്രം മതി. പക്ഷേ എന്റെ ചില ഫ്രണ്ട്സ് വരും കേട്ടോ. ആ നിത്യം മസ്റ്റാ. അത് വന്നോട്ടെ. കുഞ്ഞളിയൻ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ അച്ഛാ. അല്ലെങ്കിൽ തന്നെ 2 പേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നിടത്ത് ഒരു ആൾക്കൂട്ടം എന്തിനാ? വന്ന് സദ്യയുണ്ട്, പായസം കുടിച്ച് കുറെ കുറ്റവും പറഞ്ഞിട്ട് പോകാനോ? ജീവിതം മുന്നോട്ട് പോകുമ്പം ഈ ആൾക്കൂട്ടം ഒന്നും കാണത്തില്ല അച്ഛാ. അതെ, ആർഭാടം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം അളിയ. അളിയൻ പറഞ്ഞതുപോലെ കുറെ കുറ്റം പറച്ചിലുകാർ, സഹതാപ കണ്ണുകൊണ്ട് നോക്കുന്ന ആളുകൾ എന്റെ ഹൃദയമിടിപ്പിന്റെ വാലിഡിറ്റി പരീക്ഷിക്കാൻ വരുന്നവർ. എന്തിനാ അതൊക്കെ? എന്നാലും ഈ വീട്ടിലെ ഒരേ ഒരു ആൺതിരിയല്ലേടാ നീ. നിന്റെ കല്യാണം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമല്ലേടാ. അതിന് നടക്കാൻ പോകുന്നത് കല്യാണമല്ലല്ലോ പ്രേമേ. അതിന് ഇനി സമയമുണ്ടല്ലോ. ഇപ്പോൾ നടക്കുന്നത് ചാർത്ത് കൈമാറ്റം. സിദ്ധു പറഞ്ഞതുപോലെ അതിന് സാക്ഷിയായി കത്തിച്ചു വെച്ച ഒരു നിലവിളക്കും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചാളുകളും മതി. പോരെ രംഗ? അത് മതി അച്ഛാ. കല്യാണം നമുക്ക് പൊളിക്കണം. അതിലേട്ടൻ ഇടങ്കോലിടാൻ വരണ്ട. ഞാൻ വരുന്നില്ലേ? ആഘോഷ കമ്മിറ്റിയുടെ ചുമതല നിനക്കും അളിയനും ചേച്ചിക്കും വിട്ടു വന്നിരിക്കുന്നു. പോരെ? അത് മതി. പക്ഷേ കമ്മിറ്റിക്കാർക്ക് അക്കൗണ്ടിൽ ദുട്ടുകൂടി വേണം മോനെ. ദുട്ട്. അതെ, നീ വരവ് ചെലവ് കണക്കെഴുതി വൗച്ചർ ഒപ്പിട്ട് അച്ഛൻ ഇന്ന് വാങ്ങിച്ചോ. എനിക്ക് നല്ലൊരു പട്ടുസാരി വാങ്ങിക്കണം.